ഞാൻ നേരിട്ട് കണ്ട് അധികം പരിചയമുള്ള ഒരൊറ്റ ആളേ ഉള്ളൂ, അത് നമ്മളെ സുരേഷ് ഗോപി ആണ്. എത്ര ചെറുതിലാ ബൈ 3 years ആയിരുന്നു. 3 years ബിക്കോസ് 62 ബോൺ ആണ് ഞാൻ. പക്ഷെ നസീർ അങ്കിളിന്റെ ഫുഡാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. മീൻ പൊരിച്ചൊക്കെ കാണാം, അതൊക്കെ എനിക്ക് തരുമായിരുന്നു. ഇപ്പൊ പുതിയ പാട്ട് കേൾക്കാറുണ്ട്. ആ പാടുന്ന ഹരിമോൻ എൻ്റെ ഹരിശങ്കർ എൻ്റെ സ്റ്റുഡൻ്റ് ആണ്. ടോക്ക് ഫ്രെയിമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റാണ്. ലളിതമായ പുഞ്ചിരി കൊണ്ടും ഭാവാഭിനയം കൊണ്ടും മലയാളികൾക്ക് ഏറെ പ്രിയങ്കരിയായിട്ടുള്ള ഒരു ബാലതാരമായിരുന്നു ഒരു കാലത്ത് ബേബി രജനി. വിവാഹിത, ഒരുപാട് പടങ്ങൾ, വിവാഹിത, അരനാഴിക നേരം, ബോബനും മോളിയും, പിന്നെ ക്രോസ് ബെൽറ്റ്, എല്ലാ പടത്തിലും ബാലതാരമായിരുന്നു ബേബി രജനി. ഷീസ് ഓൾസോ ദ സിസ്റ്റർ ഓഫ് ലേറ്റ് ആക്ട്രസ് ഉഷാറാണി. ബേബി രജനി പക്ഷേ ഇപ്പോൾ ബേബി അല്ല കേട്ടോ. ഇപ്പോൾ ഷീ ഹാസ് ഗ്രോൺ ടു എ ബ്യൂട്ടിഫുൾ ഗ്രേസ്ഫുൾ വുമൺ ബോത്ത് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ്. ടൈം ഹാസ് ഫെയ്ഡഡ്, പക്ഷെ ആ ഒരു ചാമ ഇപ്പോഴും ഉണ്ട്. നമുക്ക് വെൽക്കം ചെയ്യാം. നമുക്ക് ഒരുപാട് കഥകളും എന്താ പറയുക, ഒരുപാട് ഓർമ്മകളും നമുക്ക് ഒരുമിച്ച് കേൾക്കാം. അപ്പോൾ വെൽക്കം ചെയ്യാം ബേബി രജനീനെ. നമസ്കാരം. നമസ്കാരം. ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ഒരുപാട് 70s 60s ആ ഒരു ക്ലാസിക് ഗോൾഡൻ ക്ലാസിക് ഡേയ്സ് ഓഫ് മലയാളം സിനിമ. That's true. എവിടെയായിരുന്നു ഇത്രയും കാലം? ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഒരുപാട് വർഷം കഴിഞ്ഞിട്ടാണ് ഇപ്പം എനിക്ക് തോന്നുന്നു ഓൺ സ്ക്രീനിലോട്ട്. യെസ്, ചേച്ചി മാത്രമാണ് പിന്നെ ഉണ്ടായിരുന്നത്. അതിന് ഞാൻ എൻ്റെ 10 വയസ്സ് വരെ അഭിനയിച്ചിട്ടുള്ളൂ. 3 വയസ്സ് തൊട്ട് 10 വയസ്സ് വരെ എന്നാണ്. 3 വയസ്സ് എൻ്റെ അമ്മ പറയുന്നതാണ്, എനിക്കറിയത്തില്ല. പക്ഷെ ഇപ്പോൾ ഫിലിമിൻ്റെ ഇയേഴ്സ് ഒക്കെ നോക്കുമ്പോഴത്തേക്ക് I think that she is correct. Saying that I might, 3 years എന്ന് ചേച്ചി അമ്മ പറയുന്നത് ശരിയായിരിക്കും എന്ന്. ആൻഡ് വി ഹാവ് ലോട്ട് ഓഫ് പിക്ചേഴ്സ് ഓൾസോ. വീട്ടിലൊക്കെ കളക്ഷൻസ് ഉണ്ട്. അന്ന് ഇങ്ങനെ എല്ലാ സിനിമയുടെയും പിക്ചേഴ്സ് കളക്ട് ചെയ്ത് ആൽബം ഉണ്ടാക്കുക എന്നുള്ള ഒരു വലിയ സംഭവമായിരുന്നു. വി വർ ഇൻ ചെന്നൈ. ചൈൽഡ്ഹുഡ് ഒക്കെ നേരത്തെ ചെന്നൈയിൽ തന്നെയായിരുന്നു. അതെ, ഞങ്ങൾ ബോൺ ബ്രോട്ടപ്പ് ഇൻ ചെന്നൈയാണ്. ഈ നാട് ഞങ്ങൾ വന്ന് എനിക്ക് ചെന്നൈയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു മലയാളി ബാലതാരമായിരുന്നു. മലയാള സിനിമയ്ക്ക് കിട്ടിയ ഒരു ബാലതാരമായിരുന്നു. അതെ. ഒക്കെ ചെന്നൈ ബേസ്ഡ് ആണ്. തമിഴ് തന്നെയാണ് കൂടുതൽ. അച്ഛൻ അവിടെ ടെക്സ്റ്റൈൽസ് ആയിരുന്നു. അമ്മ അവിടെ വർക്ക് ചെയ്യായിരുന്നു. അമ്മ നഴ്സിംഗ് ആയിരുന്നു. മാറായപ്പെട്ട ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിരുന്നു. പക്ഷെ കുറച്ച് കാലമേ വർക്ക് ചെയ്തുള്ള കാര്യം വെച്ചാൽ ഷീ ഹാഡ് എ പ്രോബ്ലം ഇൻ എ ഹാർട്ട്. ഒരു ഹോൾ ഉണ്ടായിരുന്നു. സോ ഷീ വാസ് നോട്ട് ഏബിൾ ടു കണ്ടിന്യൂ. ബട്ട് ഷോപ്പൊക്കെ നോക്കുമായിരുന്നു. ദെൻ പിന്നെ ഞങ്ങൾ നല്ലൊരു സ്കൂളിലാണ് പഠിച്ചിരുന്നത്. സോ ഫസ്റ്റ് ഐ ഷുഡ് താങ്ക് മൈ പേരൻസ് ദറ്റ് ദേ പുട്ട് അപ്പ് ഇൻ എ വെരി ഗുഡ് സ്കൂൾ, ചർച്ച് പാർക്ക്, ചെന്നൈ. ആൻഡ് അവിടെ നിന്ന് ആണ് തുടക്കം സിനിമ. അതെ, സിനിമയിലേക്കുള്ള തുടക്കം ചെന്നൈയിൽ നിന്നാണ്. എത്ര വയസ്സിൽ? മൈ ചേച്ചി വാസ് ദ ഫസ്റ്റ് പേഴ്സൺ. ചേച്ചിയായിരുന്നു ആദ്യം സിനിമയിൽ. സ്കൂളിൽ വന്ന് ഒരു കുട്ടിയെ വേണം. അപ്പോൾ ചേച്ചി ഭയങ്കര ആക്റ്റീവാണ്. ഞങ്ങളുടെ സ്കൂളെന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയും. ചർച്ച് പാർക്ക് പ്രസൻറ്റേഷൻ കോൺവെൻറ്റ് 1000 ലൈറ്റ്സ് എന്ന് പറയുമ്പോൾ തന്നെ അറിയും. ബിക്കോസ് നമ്മൾ ജയലളിത മാം അവിടെയാണ് പഠിച്ചിരുന്നത്. ഞങ്ങളുടെയൊക്കെ സീനിയർ ആയിരുന്നു അവർ. അപ്പോൾ ചേച്ചിക്ക് അവരായിട്ട് നല്ല അറിയാം. ആൻഡ് ബിക്കോസ് വി ഓൾ ബ്രോട്ട് അപ്പ് ഫ്രം ദ സെയിം സ്കൂൾ. സോ അതുകൊണ്ട് അങ്ങനെ ആണ്. അപ്പോൾ ചേച്ചിയാണ് അവർ സെലക്ട് ചെയ്ത് എടുത്തുകൊണ്ട് പോയത്. ചേച്ചി ഇത്രയും ആക്ടിവിറ്റീസ്, നാടകം, പാട്ടും ഒക്കെ ടാലൻറ്റഡ് ആയിരുന്നു. സോ ചേച്ചിയാണ് സെലക്ട് ചെയ്തുകൊണ്ട് പോയത്. പിന്നെ ചേച്ചി അഭിനയിക്കുമായിരുന്നു. അപ്പോഴത്തേക്ക് ഒരു ബാലതാരം വേണം എന്നാവശ്യപ്പെട്ടപ്പോഴത്തേക്കാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഞാനും സിനിമയിലായി. പക്ഷെ 10 വയസ്സ് വരെ ഐ തിങ്ക് when I was in the 5th standard, നൺസാണ്, റഷ്യൻ നൺസാണ് പഠിപ്പിക്കുന്നത്. സോ ദേ വർ ടെല്ലിങ് ഇറ്റ്, ഒരാൾ പോയി ഇനി ഒരാളിനെ വിടാൻ പറ്റില്ല. ഒന്നില്ല സിനിമ. ബിക്കോസ് ഐ ഹവ് നെവർ ബീൻ ഇൻ ദ സ്കൂൾസ്. ഒരു ക്ലാസ് പ്രൊമോഷൻ ആയാലും അത് ഏത് ക്ലാസ് എന്ന് പോലെ അറിയാതെ എന്നെ തൂക്കിക്കൊണ്ട് ഇരുത്തുക ചെയ്യുന്നത്. സോ ഇറ്റ് വാസ് ലൈക്ക് ദാറ്റ്. അപ്പോൾ എല്ലാ നോട്ട്സും എഴുതി തരുന്നതെല്ലാം ടീച്ചേഴ്സും വേറെ ഹെൽപ്പ് ടീച്ചേഴ്സും ഉണ്ടായിരുന്നു. അവരും പിന്നെ കുറേ സ്റ്റുഡൻസിൻ്റെ ബുക്കൊക്കെ വാങ്ങിച്ച് അമ്മ എഴുതി തരുമായിരുന്നു. സോ ഇറ്റ് വാസ് ലൈക്ക് ദാറ്റ്. പക്ഷെ ഒരുപാട് നല്ല ഫീലാണ് ആ സമയത്ത് അഭിനയിച്ചത്. ഇപ്പം ഇരുന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ചിരിയും സന്തോഷമാണ്.
പിന്നെ ഇത്രയും കാലം ഐ ഗോട്ട് മാരീഡ് ആൻഡ് വി വെർ ഇൻ അബുദാബി കുറച്ച് ഇയേഴ്സ്, ദെൻ വി കെയിം ബാക്ക്. then I started a school, Bloom's Montessori എന്നൊരു സ്കൂള് തെക്കാടാ തുടങ്ങിയത്. പക്ഷെ അവിടെ ആർക്കും അറിയത്തില്ല. സ്കൂള് നടത്തി 24 കൊല്ലം വരെ ആരും അറിഞ്ഞിട്ടില്ല എന്നാണ്. പക്ഷെ 24 കൊല്ലത്തിന്റെ 23-ാമത്തെ കൊല്ലം ആനുവൽ ഡേ ഫംഗ്ഷന് സൂര്യ കൃഷ്ണമൂർത്തി സാറിനെയാണ് വിളിച്ചിരുന്നത്. അപ്പൊ പുള്ളിക്ക് നല്ല അറിയാം എന്നെ. അപ്പോൾ പുള്ളി അന്ന് 24-ാമത്തെ ഇയറിൻ്റെ ഫംഗ്ഷന്, ആനുവൽ ഡേ ഫംഗ്ഷന് പുള്ളിയുടെ സ്പീച്ചിലാണ് പറയുന്നത്, ഈ നിൽക്കുന്ന നിങ്ങളുടെ മാഡം എന്ന് പറയുന്ന രജനി ബേബി രജനിയാണ്, എത്ര പേർക്ക് അറിയാം ഇവർ ബോബനും മോളിയിലെ മോളിയായിരുന്നു എന്ന് പറഞ്ഞ് പുള്ളിയാണ് അങ്ങ് എല്ലാവരെയും പരിചയപ്പെടുത്തിയത്. നെക്സ്റ്റ് ഡേ പിന്നെ സ്കൂളിൽ പേരൻസ് ഓഫ് കോഴ്സ് എല്ലാം ഓൾഡി പാരൻസ് ഉണ്ടാവുമല്ലോ, എല്ലാവരും വന്ന് ഗ്രാൻഡ് പാരൻസ് ഒക്കെ വന്ന് they were telling me why I didn't reveal all this before എന്നൊക്കെ പറഞ്ഞിട്ട് then I was happy. then ഇപ്പോൾ കോവിഡ് ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ എറണാകുളത്തായിട്ട് ഷിഫ്റ്റ് ചെയ്തത്. എൻ്റെ മോൾ ഇവിടെ എറണാകുളത്താണ്. സോ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് ഇവിടെ വന്നു. ഒരു മകനുണ്ട്, അവൻ കാനഡയിലാണ്. ഫസ്റ്റ് ഫിലിം ഏതായിരുന്നു ചെറുപ്പത്തിലേക്ക്? എത്ര ചെറുതിലാ? 3 years ആയിരുന്നു. 3 years because 62 born ആണ് ഞാൻ. ആ സമയത്ത് അപ്പൊ അത്രയും ചെറുപ്പം എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഞാൻ ഓർക്കുന്ന പടങ്ങളൊക്കെ ഞാൻ പറയാം. ചിത്രമേള അത് ഞാൻ ഓർക്കുന്നുണ്ട്. അതിലൊരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ട്. അതുകൊണ്ട് എനിക്ക് അന്ന് 3 years ആയിരുന്നു ചിത്രമേള അഭിനയിക്കുമ്പോഴേ എനിക്ക് 3 years ഒക്കെ ആവും, 3.5 ഒക്കെ ആവേ ഉള്ളൂ എന്ന് തോന്നുന്നു. ബിക്കോസ് ആ മെമ്മറിയൊക്കെ എനിക്ക് ഇപ്പോഴും നല്ല ഉണ്ട്. കാര്യം എന്താ വെച്ചാൽ ഒരു ലൈറ്റ് മേളിലിങ്ങനെ ഫിക്സ്ഡ് ലൈറ്റ് ഉണ്ട്. അപ്പൊ അതിനെ ഇങ്ങനെ ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ, എന്റെ ബർത്ത്ഡേ ഫംഗ്ഷനാണ്. അപ്പൊ ആ ലൈറ്റിൽ ഇങ്ങനെ ഞാൻ തൊടും. അന്ന് അക്രമി കുട്ടി ആയിരുന്നിട്ടുണ്ടാവണം ആ ഫിലിമില്. ഫിലിമിന്റെ ഇതൊന്നും കിട്ടാനില്ല. പക്ഷെ അതിങ്ങനെ ആ ലൈറ്റിൽ എടുക്കുന്ന ഒരു ഫോട്ടോ ഐ ഹാവ്. പിന്നെ ഒരു ബർത്ത്ഡേ പാർട്ടി ആയതുകൊണ്ട് എൻ്റെ ചേച്ചിയും കൂടെ ഫിലിമിലുണ്ടായിരുന്നു. സോ ഷീ വാസ് എൽഡർ ടു മീ. ആൻഡ് അങ്ങനെ കോട്ടയം ചെല്ലപ്പൻ അങ്കിളായിരുന്നു അതില്. എന്നെ കട്ടുകൊണ്ട് തോളിൽ ഇട്ടുകൊണ്ടൊക്കെ പോവും. അപ്പോൾ പുള്ളി എനിക്ക് ഭയങ്കര ഓർമ്മ വെച്ചാൽ പുള്ളിയുടെ ഒരു വശം മൊത്തവും മേക്കപ്പ് ചെയ്ത് ഒരു ബ്ലേഡായിട്ട് കണ്ട പേടിയാകുന്ന പോലെ വെന്തതുപോലെ ഇരിക്കുന്ന ഒരു ആ ക്യാരക്ടർ. അപ്പോൾ അതിന് അടുത്ത് വരുമ്പോൾ ഞാൻ ആ നാറ്റം, അപ്പോൾ എനിക്കത് സ്മെല്ല് സഹിക്കാൻ വയ്യാത്തോണ്ടാണ് ഞാൻ കരയുന്നത്. പുള്ളിയെ പേടിച്ചിട്ടല്ല. പക്ഷെ അങ്ങനെ അപ്പോൾ അതിൽ ഉമ്മറങ്കിളാണ് അച്ഛൻ, ഷീലാമ്മയാണ് അമ്മ, ചിത്രമേള, അതൊക്കെയാണ് എൻ്റെ ഒരു ഓർമ്മ. അങ്ങനെ കുറേ സീൻസ് എനിക്ക്, അങ്ങനെ കുറച്ച് സീൻസ് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ പുള്ളി തൂക്കിയിട്ടുകൊണ്ട് എന്നെ കടത്തിക്കൊണ്ട് പോകുന്ന ഒരു ഇതാണ്. അതൊക്കെ നല്ലൊരു അനുഭവങ്ങളായിരുന്നു. പിന്നെ ഞാൻ അതിനുശേഷം എനിക്ക് ബിരുദൻ ശംഖു, കാട്ടുകുരങ്ങ്, എല്ലാത്തിലും നല്ല ഹിറ്റ് പാട്ടുകളുമുള്ള സിനിമകളാണ്. അതാണ് ഈ അഭിനയിച്ച എൻ്റെ ആ പടങ്ങളെല്ലാം നല്ല പാട്ടുള്ള പടങ്ങളാണ്. ചിത്രമേള, കാട്ടുകുരങ്ങ്, ബിരുദൻ ശംഖുല് അച്ഛൻ വരും ഇന്ന് അച്ഛൻ വരും എന്ന് പറഞ്ഞ് ഒരു പാട്ട്. എനിക്കൊരു വലിയ പേരും കൂടെയാണ് അതിൽ, ചന്ദ്രശേഖരൻ എന്നാണ് കുഞ്ഞാണ് എന്നെ വിളിക്കുന്നത്. അങ്ങനത്തെ സീൻസ് ഒക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. ബിക്കോസ് അന്ന് അത്രയും കുഞ്ഞാൻ ഈ പേര് എന്താണെന്ന് അറിഞ്ഞൂടാ. ബിക്കോസ് ചെന്നൈ അല്ലേ ജനിച്ചതും ഒക്കെ. അപ്പൊ അങ്ങനത്തെ പേരുകളൊന്നും ആരിട്ട് വിളിക്കാത്തതുകൊണ്ട് എന്നെയാണോ വിളിക്കണമെന്ന് അറിഞ്ഞൂടാ. അങ്ങനത്തെ ഒരു ഇതിലൊക്കെ ഞാൻ അങ്ങനെയൊക്കെ ഓർക്കുന്നുണ്ട്. ഒരു വേഗ് മെമ്മറിയാണ് അതൊക്കെ. വി ഹാഡ് എ സോങ് ഇൻ ദാറ്റ് ഓൾസോ. അച്ഛൻ വരും എന്നുള്ളത് എനിക്ക് തോന്നുന്നത് ജയഭാരതി ചേച്ചിയാണ് എൻ്റെ അമ്മയായിട്ട് വരുന്നത്. ഈ പാട്ട് കഴിയുമ്പോഴത്തേക്ക് അവര് മരിക്കും. അവര് ഒരു ഇതിൽ നിന്ന് മേളിൽ നിന്ന് ഒന്ന് താഴെ വീഴും. അപ്പൊ ഞാൻ ഓടി അടുത്ത് ചെന്ന് വിളിക്കുന്നതായിട്ടൊക്കെ അതൊക്കെ ഐ റിമെമ്പർ ഓൾ ദാറ്റ്. ഇതെങ്ങനെ സ്ക്രിപ്റ്റ് ഒന്നും ഉണ്ടാവില്ല, അന്ന് അപ്പൊ തന്നെ പറഞ്ഞുതരാണ്. അപ്പൊ തന്നെ പറയും. ഇതിപ്പോ ഒരു സീൻ എടുത്താൽ അപ്പൊ തന്നെ നമ്മള് ഒന്നിന് ഒരു ടേക്ക് 2 ടേക്ക് കൂടുതലൊന്നും എടുക്കാൻ പറ്റൂല. വഴക്ക് പറയും. പിന്നെ നേരെ പറയണം, ഇങ്ങോട്ട് നോക്കൂ അങ്ങോട്ട് നോക്കൂ. എല്ലാം നേരത്തെ 10 തൊട്ടും ക്ലാസ് വന്നിട്ടാണല്ലോ എടുക്കുന്നേ. പിന്നെ അതുകൊണ്ട് അങ്ങനെ എങ്ങനെയൊക്കെ നോക്കും. തീരെ ചെറുപ്പമായതുകൊണ്ട് നമുക്കറിയില്ല ആര് ഫിയർ ആണോ നമ്മൾ ചെയ്യിക്കുന്നതെന്ന് അറിയില്ല. ബട്ട് അതൊക്കെ ഇപ്പൊ ഓർക്കുമ്പോഴേ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എനിക്ക് ഫിലിം റോൾസും ഭയങ്കര എക്സ്പെൻസീവ് ആണല്ലോ. അപ്പൊ നമ്മൾ എത്ര കട്ട് പോകണമെന്നോ അത്രയും അവർക്കത് ബുദ്ധിമുട്ടായിരിക്കും. നേരത്തെ പഠിപ്പിച്ചു വെക്കുവോ സീനൊക്കെ? നേരത്തെ പഠിപ്പിച്ചു വെക്കും. പിന്നെ ഞാൻ ചിപ്പി മുത്ത് ചിപ്പി തന്നെ നേരത്തെ ആ ഡാൻസ് ഒക്കെ റിഹേഴ്സൽ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോഴൊക്കെ ഓൺ ദ സ്റ്റേജ് റിഹേഴ്സലൊക്കെ 1 മണിക്കൂറൊക്കെ ചെയ്യും. അത് അന്ന് അങ്ങനെയല്ല. റിഹേഴ്സലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഒരു ഹൂപ്പിംഗ് കോഫ് എന്നൊരു അസുഖവും വന്ന് കണ്ണ് ചുമന്നിട്ട് എപ്പോഴും ഛർദ്ദിക്കും. ആ പടത്തിന്റെ ആ പാട്ട് ഞാൻ അന്ന് ഇങ്ങനെയായിരുന്നു, കൊട്ടാരക്കര ശ്രീധരൻ നായർ മാസ്റ്ററായിരുന്നു.
പുള്ളിയുടെ കോൾ ഷീറ്റ് കിട്ടാൻ വലിയ പാടാ. ഓക്കെ, എന്നിട്ട് ആ പാട്ട് തീർക്കാൻ 5 or 6 ദിവസം എടുത്തു ആ പാട്ട് തീർക്കാൻ. അരനാഴിക നേരം. ചിപ്പി ചിപ്പി മുത്തു ചിപ്പി. കാര്യം വെച്ചാല് ഒരു ഇത് ലൈൻ കഴിയുമ്പോൾ ഞാൻ ചെന്ന് ഛർദ്ദിക്കും. അങ്ങനെ ആയിരുന്നു ഈ അസുഖം ആയതുകൊണ്ട്. അതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. അതൊക്കെ പിന്നെ എല്ലാവരും വളരെ നമ്മള് മാസ്റ്റർ ആയിരുന്നു തോന്നുന്നു. നല്ല അരനാഴിക നേരം എന്ന് പറയുമ്പോൾ അതിൽ നല്ല വേറൊരു സോങ് ഉണ്ട്, ഹിറ്റ് ഡിവോഷണൽ സോങ്, അതന്നെ. അതും നല്ലൊരു പാട്ടാണ്. ഞാൻ തലയിലൊക്കെ ഇട്ട് ഇങ്ങനെ ഒരു തുണിയൊക്കെ ഇട്ട് ഇങ്ങനെ പാടുന്ന ഒരു പാട്ടാണ്. നല്ല ക്യൂട്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് അംബിക മാമിന്റെയും അതെ രാഗിണി മാമിന്റെ നടുക്ക് നിന്നിട്ട് ഉള്ള പാട്ട്. രാഗിണി ചേച്ചിയാണ്. രാഗിണി ചേച്ചി വാസ് സോ ലവബിൾ ബിക്കോസ് ഷീ ഹാഡ് എൻ്റെ അതേ പ്രായത്തിലൊരു മോളോ മോനോ എന്തോ ഉണ്ടായിരുന്നു, ഞാൻ ഓർക്കുന്നില്ല. അതുകൊണ്ട് എപ്പോഴും പറയും ഞാൻ നിന്നെ എൻ്റെ കൊച്ചിൻ്റെ പോലെയാ കാണും, നീ ഇങ്ങ് വാ എന്ന് പറഞ്ഞ് ഷീ യൂസ് ടു ടെൽ. ആൻഡ് അവരെന്നെ ഹഗ് ചെയ്യുന്നത്, അവരെ കൈയൊക്കെ ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. വെരി വെരി ലവിങ് ലേഡി. അങ്ങനെയായിരുന്നു. പിന്നെ അതിൽ ഒരുപാട് സീൻസ് ഉണ്ട്. നസീർ അങ്കിളിന്റെ കൂടെയും ഷീല ചേച്ചിയുടെ കൂടെ ഉണ്ടായിരുന്നു. ഷീല ചേച്ചി എന്നെ പാടി ഉറക്കുന്നത് ഒരു പാട്ടുണ്ട്, ദൈവപുത്രന് വീതി ഒരുക്കുവാൻ. അത് ഈ ഇടയ്ക്ക് ഏതോ ഒരു ദിലീപിന്റെ ഒരു പടത്തില് ആ ഒരു സീൻ ഇട്ട്, ഖുഷ്ബു കുഞ്ഞായിരുന്നപ്പോഴത്തേക്ക് എന്നുള്ളത് എന്നും പറഞ്ഞിട്ട് ആ പാട്ടാണ് ഇട്ടത്. അത് സിനിമാ തിയേറ്ററിൽ കണ്ടപ്പോൾ എനിക്ക് ചിരി വന്നിട്ട്, ഞാനാണല്ലോ അവിടെ കിടക്കുന്നത്, ഖുഷ്ബു കുഞ്ഞിലെ അങ്ങനെയാണെന്നാണ് അതിൽ പറയുന്നത്. അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വേറെയും ഇതുപോലെ പാട്ടും സത്യം മാസ്റ്ററും നസീർ അങ്കിളും. ഞാൻ കൂടുതൽ അഭിനയിച്ചത് സത്യൻ മാസ്റ്റർ കൂടുതൽ. സത്യൻ മാസ്റ്റർ എങ്ങനെയായിരുന്നു? ആള് കുറച്ച് സ്ട്രിക്റ്റ് ആണ് എന്നൊക്കെ കേട്ടു, പക്ഷെ ഭയങ്കര പാവമാണ് അല്ലേ? അതെ, സത്യ മാസ്റ്റർ കാര്യങ്ങൾ പറഞ്ഞാൽ ഒരുപാട് പടം സത്യ മാസ്റ്റർ കൂടെ ചെയ്തിട്ടുള്ളത്. കാട്ടുകുരങ്ങ്, വിരുദൻ ശംഖു, പിന്നെ കാർത്തിക, അരനാഴിക നേരം. അച്ഛനായിരുന്നു എല്ലാത്തിലും. സത്യം മാസ്റ്റർ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മറക്കാൻ പറ്റാത്തത്. സത്യം മാസ്റ്റർ ഒന്നാമത് ഞങ്ങളൊരു ഫാമിലി ഫ്രണ്ട് പോലെയായി ഈ ഇത്രയും പടങ്ങളൊക്കെ ആയപ്പോഴും. എപ്പോഴും വീട്ടിൽ വൈകിട്ട് വരും, ഫുഡൊക്കെ കഴിക്കാൻ വരും. എൻ്റെ അമ്മ നല്ലൊരു കുക്കാണ് കേട്ടോ. അപ്പോൾ അമ്മ ഉണ്ടാക്കണതൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ വിളിച്ച് പറയും, ഇന്ന് വല്ലതും കാര്യമായിട്ടുണ്ടെങ്കിൽ വിളിക്കണം വരണമെന്നൊക്കെ. അന്നൊക്കെ ഇങ്ങനെ ഡയൽഡ് ഫോണാണ്, അങ്ങനത്തെ ഫോണല്ല. അതൊക്കെ ഞങ്ങൾ ഈ സിനിമയിലൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾക്ക് അങ്ങനത്തെ ഫോണൊക്കെ ഞങ്ങൾ മേടിച്ചത് കേട്ടോ. വലിയ ട്രാൻസിസ്റ്റർ പാട്ടൊക്കെ കേൾക്കാൻ. അങ്ങനെയൊക്കെ. സത്യ മാസ്റ്റർ കാര്യം എന്ന് പറഞ്ഞാൽ മാസ്റ്ററാണ് ഇതിന് ആദ്യം ഫ്ലൈറ്റ് കയറ്റിയത്. ഈ അഭിനയിച്ച എല്ലാ പടത്തിനും അവാർഡ് ഫിലിംസാണ്, എല്ലാത്തിനും എനിക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ സത്യ മാസ്റ്റർ മറക്കാൻ പറ്റാത്ത കാര്യം വെച്ചാൽ അവാർഡ് വാങ്ങിക്കാൻ വേണ്ടി ഫ്ലൈറ്റിൽ കൊണ്ടുപോയതും. ഇന്നും ഫ്ലൈറ്റിൽ കയറുമ്പോൾ ഞാൻ ഓർക്കാറുണ്ട്, ബട്ടറും ജാമും ഒക്കെ. എനിക്ക് അന്ന് കുഞ്ഞ് ബന്നാണ്, ഇന്നത്തെ പോലെ വരുന്നത് ചെറിയ ബൺസാണ്. അപ്പം അതിലൊക്കെ എനിക്ക് പുരട്ടി ഇങ്ങനെയൊക്കെ തരും കഴിക്കാൻ. അങ്ങനെയൊക്കെ വന്നിറങ്ങി അവാർഡ് വാങ്ങിക്കണവരെ അടുത്ത ഫ്ലൈറ്റിൽ ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു വരും. അവാർഡ് വാങ്ങല് ചെന്നൈ, ഇവിടെ എറണാകുളത്തും തിരുവനന്തപുരത്തും അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത്. ചെന്നൈയിൽ നിന്ന് ഇങ്ങോട്ട് വന്നാൽ ഞങ്ങൾ മേടിക്കുന്നത് അവാർഡൊക്കെ. മോസ്റ്റ് പ്രോബ്ലി എറണാകുളമാണ്. ഈ ഷെനോയ്സ് അന്ന് ഞങ്ങൾ ഉൾക്കണം. അന്ന് ബോബിന് മോളിയായിരുന്നു. അപ്പോൾ ആ മോളി ആയിരുന്നപ്പോഴത്തേക്ക് ആ ഇനോഗ്രേഷൻ ഉണ്ടായിരുന്നു. നസീർ അങ്കിളും ഞാനും ബോബിനും കൂടി ആയിരുന്നു. അപ്പോൾ ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ ഇങ്ങനെ അങ്ങ് പോകുമായിരുന്നു ഷെനോയ്സ് അന്ന് ഇനോഗ്രേഷനൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഒരു നല്ലൊരു ഫീലായിരുന്നു. സത്യമാസ്റ്റർ എന്ന് കാർത്തികയിലൊക്കെ എനിക്ക് വെള്ളം ഭയങ്കര പേടിയാണ്. അപ്പോൾ ഈ തോണിയിൽ ഇങ്ങനെ വെള്ളം, അപ്പം നടുക്ക് പോവും ആ കായലില്. അപ്പൊ നടുക്ക് പോകുമ്പോഴത്തേക്ക് അടിയിൽ ഒരാൾ നിന്ന് പിടിച്ചിട്ടുണ്ട്. അയാൾ പറയും അനക്കണ്ട, നേരത്തെ പറഞ്ഞിട്ടുണ്ട് അനക്കണ്ട, ഞാൻ അടിയിൽ നിന്ന് പിടിച്ചിട്ടുണ്ട്, ഞാൻ തീരെ കുഞ്ഞാപ്പിട്. അപ്പോൾ സത്യമാസ്റ്റർ പറയും, നേരത്തെ എൻ്റെ അടുത്ത് പറയും, നീ പേടിക്കാതെ ഞാൻ നീന്തി വന്ന് നിന്നെ രക്ഷപ്പെടുത്തും എന്ന്. അപ്പൊ എന്നൊക്കെ ക്ലാസ്സൊക്കെ തരും. എന്നാലും ഓരോ വലിയ ഇത് പോകുമ്പോഴും ഇതിങ്ങനെ ലാഞ്ചും വെള്ളം ഇങ്ങനെ ഷേക്ക് ആകുമ്പോഴത്തേക്ക് അപ്പൊ ഒരു ഭയം വരും. അതും ചെറിയ കുട്ടി, അതെ എനിക്ക് വീണു പോകുന്നുള്ള പേടിയായിരുന്നു. സ്വിമ്മിങ്ങും അറിയില്ലല്ലോ, എന്തറിയാൻ 4 വയസ്സ്. അപ്പോൾ പക്ഷെ മാസ്റ്റർ ഓടി വന്നത് രക്ഷപ്പെടുത്തി. അങ്ങനെ പിന്നെ ഭയങ്കര കഴിക്കാനും ഒക്കെ പറയും. തീരെ കുഞ്ഞാൻ്റെ എപ്പോഴും ഞാൻ കരയുമായിരുന്നു, എൻ്റെ അമ്മ പറയുമായിരുന്നു. കാര്യം വെച്ചാൽ അച്ഛനായ എന്നെ ഷൂട്ടിങ്ങിനൊക്കെ കൊണ്ടുപോകുന്നത്, അമ്മ വരില്ല. അച്ഛനാണ് എല്ലാ സ്ഥലത്തും കൊണ്ടുവരുന്നത്. അപ്പോൾ എപ്പോഴും ഞാൻ കരയും എന്നൊക്കെ വലുതാകുമ്പോഴും പറയും, എപ്പോഴും കരയും അങ്ങനെ. അപ്പോൾ ഈ കരയാതിരിക്കാൻ വേണ്ടി ഉമ്മറങ്കളും ഉണ്ട്, സത്യനങ്കളുണ്ട്. ഇവരൊക്കെയാണ് എന്നെ ഓരോന്നും കളിപ്പിച്ച് പറഞ്ഞൊക്കെയാണ് ഒരു ഷോട്ടൊക്കെ തന്നെ എടുക്കുന്നത്. അങ്ങനെയൊക്കെ ഒരു സംഭവമായിരുന്നു.
പിന്നെ ഞാൻ സത്യൻ സ്മൃതിക്ക് ട്രിവാൻഡ്രത്ത് എനിക്ക് ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു. അവിടെ പോയപ്പോഴത്തേക്കും ഇതുപോലെ ഒരുപാട് യൂട്യൂബ് ചാനൽ ആൾക്കാരൊക്കെ വന്ന് ചോദിച്ചത് സത്യ മാസ്റ്റർ എങ്ങനെ ഇരിക്കും, സത്യ മാസ്റ്റർ ഞങ്ങൾ ആരും കണ്ടിട്ടില്ല, മാസ്റ്റർ എങ്ങനെ ഇരിക്കും, മൊത്തത്തിൽ നിറം കുറവാണോ, ഭയങ്കര റഫാന്ന് കേട്ടിട്ടുണ്ട്, അങ്ങനെയൊക്കെയാണോ എന്ന്. അതൊക്കെ ശരിയാ. മാസ്റ്റർ സത്യ മാസ്റ്റർ മൊത്തം നല്ല കറുത്തിട്ടാണ്. പക്ഷെ ഒക്കെ മേക്കപ്പാണ്. കയ്യിലും ഒക്കെ തന്നെ മേക്കപ്പ് ഇടും. അന്ന് മേക്കപ്പ് ഇട്ടിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഒരു വെയിലുള്ള സമയത്താകുമ്പോൾ ഇതെല്ലാം ഒരുമാതിരിയാകും. പിന്നെ വെള്ളം നനച്ചിട്ട് വീണ്ടും ഇട്ട് തരും. എനിക്കും ഒക്കെ ഇടുമായിരുന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്യുന്നത്. നമുക്ക് മനസ്സിലാവില്ല കളർ എന്താണ്. അതെ, എന്ത് കളറാണെന്ന്. പല്ലൊക്കെ നല്ല പല്ലാണ്, നല്ല ചിരിയൊക്കെയാണ്, ഒരു ഗൗരവമുള്ള ഒരു ശബ്ദമാണ്. ഇപ്പോഴും അതൊക്കെ എനിക്ക് ഓർമ്മ കിട്ടുന്നുണ്ട്. പാടും കേട്ടോ. പക്ഷെ സത്യ മാസ്റ്റർ പാടുന്നത് കേട്ട വ്യക്തി ഞാൻ മാത്രമേ ഉണ്ടാവുമല്ലായിരിക്കും. ഒരു ഗുണ്ട് ഗുണ്ട് മല്ലിക എന്ന് പറഞ്ഞൊരു പാട്ടാണ്. അതിന്റെ ബാക്കി എനിക്കറിയത്തില്ല. എപ്പോഴും പറയും ഗുണ്ട് ഗുണ്ട് മല്ലിക എന്ന് പറഞ്ഞ് പാടും. അങ്ങനെ മാസ്റ്റർ അങ്ങനെ കൈയൊക്കെ നല്ല റഫാണ്. ചില എപ്പോഴും ഞാൻ എടുത്തു വെക്കുന്നതുകൊണ്ട് ഭയങ്കര ഇതാണ്. പക്ഷെ ഉമ്മറങ്ങൾ എടുത്ത് വെച്ചാൽ ഇഷ്ടമാണ്. കാര്യം ചില പുള്ളി സോഫ്റ്റാണ്. ഇത് പോലീസ് ഓഫീസറും കൂടി ആയിരുന്നല്ലോ പുള്ളി അല്ലേ പണ്ടത്തെ. പക്ഷെ നല്ല ഒരു പേഴ്സൺ ആയിരുന്നു. ഞങ്ങളുടെ അടുത്ത് ഹി വാസ് വെരി നൈസ്. ഞാൻ കേട്ടിട്ടുണ്ട് പുള്ളി സിഗരറ്റും ഡ്രിങ്ക്സും ഒന്നും വലിക്കില്ല, പക്ഷെ ഒരു ക്യാരക്ടറിലൊക്കെ അത് കറക്റ്റ് ആയിട്ടാണ് ചെയ്യണത് എന്നുള്ളത്. ആണല്ലേ? ഞങ്ങളെ വീട്ടിൽ വന്നൊക്കെ കഴിക്കണത് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. ഞാനപ്പോ ഒക്കെ തീരെ കൊച്ചല്ലേ. എന്റെ അച്ഛനുമായിട്ട് കമ്പനി ചെയ്ത് സിഗരറ്റും ഇതൊക്കെ പുള്ളി കൊണ്ടുവരും. അന്ന് പുള്ളിക്ക് ഒരു ഹെറോൾഡ് വണ്ടിയാണ്. അതൊക്കെ നിങ്ങളെ പ്രായത്തിൽ അറിയുമെന്നോ അങ്ങനത്തെ ഒരു വണ്ടി? ഹെറോൾഡ് എന്ന് പറഞ്ഞൊരു വണ്ടിയുണ്ട്. 1960s. അതെ അതെ. ആ ഹെറോൾഡ് എന്ന് പറയുന്ന വണ്ടിയിലാണ് സത്യ മാസ്റ്റർ വരുന്നത്. ഒരു നീലയാണ്, ഇഫ് ഐ എം കറക്റ്റ്. അതിൽ വരും. ചേച്ചി ഒരുപാട് പടങ്ങൾ പുള്ളിയുടെ കൂടെ ചെയ്തിട്ടുണ്ട്. സത്യ മാസ്റ്ററുള്ള മിക്ക പടത്തിലും ഞാനുണ്ടാവും. ഇപ്പം മിടുമിടുക്കി എടുത്താലും അതിലും ഞാനുണ്ട്. അംബിക അമ്മയുടെ ഇതായിട്ട്. പിന്നെ ക്രോസ് ബെൽറ്റ്, അതിൽ സത്യമാസ്റ്റർ ഞാനായിട്ട് ഒന്നിച്ചുള്ള സീൻസ് ഇല്ലെങ്കിലും ഈ സെറ്റിൽ എല്ലാരും എപ്പോഴും കാണും. അതാണ്. അടുത്തടുത്താണ് സ്റ്റുഡിയോസ്, അതായിരിക്കും അല്ലേ? അല്ല, ഇത് വന്ന് ക്രോസ് ബെൽറ്റ് എടുത്തത് ആലപ്പുഴയിൽ ഒരു ബീച്ചിന്റെ അടുത്താണ്. പക്ഷെ ഞാന് തീ കത്തിക്കുമ്പോഴും അതങ്ങ് കത്തിപ്പോകും ആ കുടില്. അങ്ങനെയാണ് കവിർ പൊന്നമ്മ ചേച്ചിക്ക് പ്രാന്തായി പോണത്. മറ്റേ PJ ആന്റണിക്ക് കാല് ഇതായി പോണതൊക്കെ. അതും ഇതുപോലെ ഒരു ഭയങ്കരമായ ഒരു സീനാണ്. ശാരദാമ്മ വലുതാകണതാണ് ശാരദാമ്മ. അത് പക്ഷെ ഇവരൊക്കെ എപ്പോഴും അവിടെ തന്നെയൊക്കെ കാണും. എല്ലാരും ലൊക്കേഷനിൽ എല്ലാവരും കാണും. സിനിമ ഡയറക്ടർ കാണും, പ്രൊഡ്യൂസർ കാണും, ഒരുപാട് സബോർഡിനേറ്റ്സ് ഇങ്ങനെ നമുക്കൊക്കെ ഡയലോഗ് പറഞ്ഞു തരാൻ വേണ്ടി കാണും. അപ്പോൾ അന്നൊക്കെ ശരിക്കും മലയാളം വരത്തില്ല. ചെന്നൈ ആയതുകൊണ്ട് കൂടുതൽ തമിഴാണ്. അതുകൊണ്ട് ഇങ്ങനെ പ്രോംപ്റ്റ് ചെയ്യാൻ ഒരാൾ എപ്പോഴും കാണും. പക്ഷെ അന്ന് ചെറിയ കുട്ടിയാണ്, ഞാൻ വരാം എന്ന് പറയും. അപ്പോൾ ഞാൻ വരാം. അപ്പോൾ അത് അത് 3 വട്ടം പുള്ളി പറയുമ്പോഴേക്കും ഞാൻ ഒരു തവണ പറയണത്. പക്ഷെ തീരെ കൊച്ചായതുകൊണ്ടായിരിക്കാം ഇപ്പം അതൊക്കെ ഓർക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെയാണ് കുറേ കഴിഞ്ഞിട്ടാണ് ഡബ്ബിങ്ങിനൊക്കെ വരണത്. അപ്പം ഡബ്ബിങ്ങിന് വരുമ്പോഴത്തേക്ക് ഈ കുറേ സീന് നമ്മൾ മറന്നുപോകും. അപ്പോൾ ഡബ്ബ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് പറ്റും, നേരെ ആ ട്യൂണിൽ വരില്ല. അപ്പം നമ്മളെ വയസ്സിൻ്റെ ഒരു ചെറിയ ഡിഫറൻസും വരും. അപ്പോൾ പുച്ചുന്നുള്ളും ഒക്കെ ഇഷ്ടം പോലെ കിട്ടും. ഇങ്ങനെയല്ലോ, അങ്ങനെ പറ, ട്യൂൺ അങ്ങനെ ചെയ്യുന്നു. അപ്പൊ ഒരു പല്ലും കൂടെ വേണമെങ്കിൽ പോയിട്ടുണ്ടാവും. അപ്പൊ കാറ്റ് പോലും ഡബിങ് സമയത്ത് ചില ഈ പടങ്ങളൊക്കെ ആദ്യം എടുത്താലും റിലീസ് ആകുന്നത് വളരെ താമസിച്ചിട്ടാണ്. അത് അന്നൊക്കെ അത്രയും താമസം ഉണ്ടായിരുന്നു ഒരു പടം വെളിയിൽ വരാൻ. അങ്ങനെ ഒരു ദിവസം എത്ര സിനിമകൾ വെച്ച് ചെയ്യും? അതായത് ഈ അടുത്ത് ഞങ്ങൾ കൊടമ്പാക്കം ബ്രിഡ്ജ് ഇറങ്ങിയ സ്ഥലം തൊട്ട് സ്റ്റുഡിയോസ് ആയിരുന്നു. ഇന്നിപ്പോൾ അങ്ങനെയല്ല, ഒരുപാട് ഷോപ്പിംഗ് മാളാണ്. അന്ന് അങ്ങനെയല്ല, കുറേ സ്റ്റുഡിയോസ് ആണ്. അപ്പോൾ ഒരു സ്റ്റുഡിയോയിൽ എന്നെ അവർ ഈ ഫിലിമൊക്കെ എന്തോ നോക്കാനായിട്ടൊരു ഡാർക്ക് റൂമിൽ പോകും. ആ സമയത്ത് എന്നെ തൂക്കിക്കൊണ്ട് വേറെ ആരെങ്കിലും വേറെ എവിടെയെങ്കിലും പോകും. പിന്നെ എങ്ങനെയോ വണ്ടി വന്ന് അവിടെ നിന്ന് തൂക്കിക്കൊണ്ട് എന്നെ ഇങ്ങോട്ട് വരും. ഇങ്ങനെ ഒരുപാട് സ്ഥലത്താണ്. ഇപ്പോൾ ഒരു സ്ഥലത്ത് നസീർ അങ്കിളിൻ്റെ മകനായിരിക്കും സംസാരിച്ച് അച്ഛ എന്നൊക്കെ വിളിച്ച് സംസാരിക്കുമായിരിക്കും. പിന്നെ തൂക്കിക്കൊണ്ട് പോകുന്ന സ്ഥലത്ത് സത്യം മാസ്റ്റർ ആയിരിക്കും. അവിടെ ചെന്നിട്ടും അച്ഛാന്ന് വിളിക്കേണ്ടി വരും. ഇന്നൊരു സ്ഥലത്ത് മധു അങ്കിളായിരിക്കും. അപ്പോൾ ഇങ്ങനെ വേറെ വേറെ ആൾക്കാരായിരിക്കും. അപ്പോൾ ഇവർ പറയും പോലെയല്ലേ ചെയ്യുന്നത്, വേറെ ഒന്നും അല്ലല്ലോ. ദേ ആസ്ക് us to call others to do this, we do it.
അപ്പോൾ എനിക്ക് അന്ന് മലയാളത്തിലുണ്ടെങ്കിലും ഐ വാസ് ആക്ടിങ് ഇൻ കന്നഡ ഫിലിംസ് ആൻഡ് ടാമിൽ ഫിലിംസ്. ടാമിൽ ഫിലിംസ് കുറേ ഉണ്ടായിരുന്നു. അന്ന് ത്രിലോക് ചന്ദർ എന്ന് പറഞ്ഞ് വലിയൊരു ഡയറക്ടർ ഉണ്ടായിരുന്നു, പുള്ളിയുടെ പടത്തിലൊക്കെ ചെയ്തിട്ടുണ്ട്. ജയശങ്കർ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു, വലിയ ഹീറോ ആയിരുന്നു, പുള്ളിയുടെ പടങ്ങളിലൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ എങ്ക മാമ എന്നുള്ളത് ശിവാജി ഗണേശൻ സാറിൻ്റെ കൂടെയും ജയലളിത അമ്മയുടെ കൂടെയും ചെയ്തിട്ടുണ്ട്. എങ്ക മാമ അതിലെനിക്ക് ഡയലോഗും പാട്ടും ഒക്കെ. ജയലളിത മാം വാസ് സൂപ്പർ, യുനോ. ഒരുപാട് ലവിങ് ആണ്. ഷീ ലൈക്സ് ചിൽഡ്രൻ. ആ പടം എങ്ക മാമ എന്ന് പറയുന്ന പടം ഒരു കുട്ടികളെ വേണ്ട എന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോണ സ്ഥലം ഇവർ കുട്ടികളെ നോക്കുന്നതാണ്. ഇവർ രണ്ടുപേരും മാരീഡ് അല്ല, ബട്ട് അങ്ങനെ നോക്കുന്ന ഒരു സ്ഥലത്ത് ആണ് ശിവാജി നടത്തുന്നത്. ഷീ യൂസ് ടു കം ദെയർ, അങ്ങനെയാണ്. ബട്ട് അത്രയും ലവിങ് ആയിട്ട് എല്ലാ ചിൽഡ്രൻ്റെ അടുത്ത് അങ്ങനെയാണ്. ബട്ട് ടു മീ ഓൾസോ ഷി വാസ് വെരി കൈൻഡ്. ഷീ യൂസ് ടു ടോക്ക് ടു മീ ബിക്കോസ് ഷീ ലൈക്സ് മീ കമ്മിങ് ഫ്രം ദ സെയിം സ്കൂൾ. അതുകൊണ്ട് ഷീ യൂസ് ടു സ്പീക്ക് ടു മീ. ഷീ നോസ് മൈ സിസ്റ്റർ, സോ ഷീ യൂസ് ടു സ്പീക്ക് ടു മീ. അതുകൊണ്ടാണ് ഇപ്പൊ ഫീൽ ചെയ്യുന്നു, ബിക്കോസ് ഷി വാസ് നോട്ട് ദാറ്റ് അത്രയും ഒരു റിലേഷൻ മറ്റൊരിടത്തുനിന്ന് കാണിച്ചില്ല. അപ്പൊ ഇപ്പൊ എനിക്ക് ഫീൽ ചെയ്യുന്നു മൈറ്റ് ബി ബിക്കോസ് ചർച്ച് പാർക്ക് ആയതുകൊണ്ടായിരിക്കും, സെയിം സ്കൂൾ, അതുകൊണ്ടായിരിക്കാം. അപ്പൊ ആ ഷൂട്ടൊക്കെ ചെന്നൈയിൽ വെച്ചിട്ടല്ല? എല്ലാം ചെന്നൈയില്ല, അത് AVM വെച്ചായിരുന്നു. എങ്ക മാമ ഫുൾ AVM അതിന്റെ അടുത്ത് തന്നെയാണ് ബാക്കി എല്ലാ സ്റ്റുഡിയോസും. അതല്ലേ പറയും, ഓരോ സ്ഥലത്തും തൂക്കിയിടുമ്പോൾ വണ്ടിക്കകത്തിരുന്നായിരിക്കും ഡ്രസ്സ് തന്നെ എനിക്ക് മാറുന്നത്. കുഞ്ഞല്ലേ, ആരെങ്കിലൊക്കെ മാറ്റിയിടും, അത് പോയി നിൽക്കും. അപ്പോൾ മോസ്റ്റ് ഓഫ് ദി ഫിലിംസ് ചെയ്തതെല്ലാം ക്യാരക്ടറാണ്, ആൺകുട്ടിയായിട്ടാണ്. അതങ്ങനെ വന്നതാണ്, ആൺകുട്ടിയായിട്ട് അങ്ങ് വന്നതാണ്. അത് പിന്നെ അതെന്തോ കണ്ടപ്പോൾ അന്നൊരു മോഹച്ചായ അങ്ങനെ ഉണ്ടായിരുന്നോ എന്തോ, ആൺകുട്ടിയായിട്ടാണ്. പിന്നെ മുത്തശ്ശി പടം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എപ്പോഴും പറയും എനിക്ക് ആൺകുട്ടിയായി ആകണം എന്ന്. കാര്യം വെച്ചാൽ മുത്തശ്ശി പടത്തിൽ ഒരുപാട് വെറൈറ്റി ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഡ്രസ്സും ഷൂസും ഒക്കെ തന്നെയും സിബിട്ട് കൗബോയ് ഷൂസൊക്കെ ഇട്ട്, ജോസ് പ്രകാശ് അച്ഛനാണ്, രാഗിണി അമ്മ അമ്മയാണ്. അപ്പം ഞങ്ങൾ അവിടെ ഇങ്ങനെ ഒരു ഷ്രബായ ഈ ടീ പ്ലാന്റിൻ്റെ ഇടയിൽ ഓടി എന്തൊരു പാട്ടൊക്കെ ഉണ്ട്. അപ്പം ഇങ്ങനെ ഓരോ ഡ്രസ് ചേഞ്ച് ഒക്കെ വരുന്നുണ്ട്. ഞാൻ വെച്ചാൽ ആണുങ്ങൾക്കാണ് ഇത്രയും ഡ്രസ്സ് ഉള്ളതെന്ന് പറഞ്ഞാൽ ആൺകുട്ടി ആകണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട്. പിന്നെ കുറെ പടത്തിലും തുണി, ബിരുദൻ ശംഖുവിലും ഉടുപ്പില്ല, എല്ലാം സ്വർണവും ആഭരണങ്ങളാണ് ബിരുദൻ ശംഖു. തുലാഭാരത്തിൽ ഓഫ്കോഴ്സ് ഒരു അഴുക്ക മുണ്ടും കുറെ കീലും. അപ്പൊ അന്നൊക്കെ കുറച്ച് നിറം ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും, കുറെ കരിയൊക്കെ മുഖത്ത് തേക്കുമായിരുന്നു. അതായത് ഞങ്ങളുടെ മേക്കപ്പ്. അതെ, പൂർ ഫാമിലി കാണാൻ. പക്ഷെ പിന്നെ നസീർ അങ്കിളും ഞാനും കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ കണ്ടപ്പോഴാരോ ചോദിച്ചു, അച്ഛനും മോനും കൊഴി കൊഴാന്നിരിക്കുന്നു, ഇവരാണോ ഒന്നും ഇല്ലാത്ത സ്ഥലത്തുള്ളതെന്നും കൂടെ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ അതൊരു നല്ലത്. ബട്ട് തുലാഭാരം വെരി ഹാപ്പി ടു സേ, എൻ്റെ വളരെ ചെറുപ്പത്തിലാണ്, എൻ്റെ 5 വയസ്സായ സമയത്താണ് ആ പടം റിലീസായത്. ഏകദേശം ആയപ്പോഴത്തേക്ക് എനിക്ക് 5 പവനാണ് കുതിരപ്പവൻ കിട്ടിയത് ആ പടത്തിൽ നിന്ന്. 5 കുതിരപ്പവൻ കിട്ടിയ പടം. മദർ വാസ് സോ പ്രൗഡ് ടു സേ, അവള് കൊച്ചിലെ അവക്കുള്ള സ്വർണ്ണം അവൾ ഉണ്ടാക്കിയെന്ന്. ഏനോ അതങ്ങനെ ഇറ്റ് വാസ് എ വെരി ഗോൾഡൻ മൊമെന്റ്. അതും 5 പവൻ എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലം ആലോചിക്കണം. കുതിരപ്പവൻ അത് ഒരു വെൽവെറ്റ് പോലത്തെ ഒന്നിലാക്കി ഇങ്ങനെ ആക്കിയൊക്കെ തന്നതാണ്. പപ്പിമ ഉണ്ടായിരുന്നു, ശാരദാമ്മ, ഓഫ് കോഴ്സ് അവർക്കൊക്കെ ഒരുപാട് കിട്ടി. ഞങ്ങൾക്ക് 5 പവനാണ് കിട്ടിയത്. നസീർ സാറിന്റെ കൂടെയുള്ളൊരു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? നസീർ അങ്കിളും മുത്തശ്ശി ഉള്ള പടത്തിലുണ്ട്, പിന്നെ വിവാഹിത. സെറ്റിൽ ഇവരെല്ലാവരും ഉണ്ടാവും. അപ്പം നമ്മൾ ആരെ കൂടെ അഭിനയിച്ചു എന്ന് നമുക്കറിയത്തില്ല. പക്ഷെ എപ്പോഴും ഇവരെയൊക്കെ ആണ് നമ്മളെ എന്റർടൈൻ ചെയ്യുന്നത്. നമ്മളെ മൂഡ് പോകാതിരിക്കാൻ അവരാണ് മാക്സിമം ട്രൈ ചെയ്യുന്നത്. പക്ഷെ കുറേ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ അന്നത്തെ പോലെ ഫാനോ AC-യോ ഒന്നും ഉള്ള സ്റ്റുഡിയോസ് അല്ല. ഒരു വലിയ ഫാൻ ഉണ്ടാവും ഒരു സ്ഥലത്ത്, കാറ്റ് വേണമെങ്കിൽ അവിടെ പോയി ഇരിക്കണം, അങ്ങനെയാണ്. പക്ഷെ ഇരിക്കാൻ സമ്മതിക്കില്ല. തലയൊക്കെ വിഗായിരിക്കും, മോസ്റ്റ്ലി വിഗാണ്. പ്രത്യേകിച്ച് ആൺകുട്ടികളൊക്കെ വിഗാണ്. അപ്പൊ പോയി നിന്ന് ഇതെല്ലാം ഇങ്ങനെ ആകും. അതുകൊണ്ട് എവിടെയും പോയി വെക്കാൻ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് അതുകൊണ്ട് കരച്ചിലും ഒക്കെ വരും. ആ പടി ഒരു ബുദ്ധിമുട്ട് വരുമല്ലോ, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ നസീർ അങ്കിള് വളരെ എന്താ പറയാ, ഡൗൺ ടു എർത്ത്. പിന്നെ ഈസ് എ വെരി സൂപ്പർ പേഴ്സൺ, നൈസ്. നല്ല കൂടെ എല്ലാം പറഞ്ഞുതരും. വല്ലതും പറഞ്ഞ് ശരിയായില്ലെങ്കിൽ ടേക്ക് 1 ആയാലും 2 ആയാലും പതുക്കെ പറഞ്ഞാൽ മതി, ഞാൻ പറയാം എന്ന് പറഞ്ഞ് ആ പറയാം എന്നൊക്കെ പറഞ്ഞ് ആ പറയുന്ന രീതിയൊക്കെ വളരെ ലവിങ് ആണ്. നൈസ്, എവ്രി വൺ.
ഇപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ അഭിനയിച്ച എല്ലാവരും. പക്ഷെ എനിക്ക് തോന്നുന്നു തീരെ കുഞ്ഞായതുകൊണ്ടായിരിക്കും എല്ലാവരും അത്രയും ഒരു സ്നേഹം കാണിക്കുന്നത്. കാര്യം എന്ന് വെച്ചാൽ ഇതുവെല്ലാം തന്നില്ലെങ്കിൽ ആ കോൾ ഷീറ്റ് അന്ന് പോകും. അപ്പൊ പിന്നെ അവർക്ക് പിന്നെ ഒരു ദിവസം കോൾ ഷീറ്റ് ആ ഡേറ്റ് അവർക്ക് കൊടുക്കാൻ പറ്റത്തില്ല. എല്ലാം കോൾ ഷീറ്റ് ആണല്ലോ. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ അച്ഛൻ ഡയറി തുറന്ന് വെച്ചിട്ട് ഇല്ലല്ല രജനിയെ പറ്റൂല, രജനിയെ വിടാൻ പറ്റില്ല. അത് രജനിക്ക് അന്ന് 9 to 9 ആണ്, കാലത്ത് 9 മണി തൊട്ട് 9 മണി വരെ കോൾ ഷീറ്റ് ഉണ്ട്, അതിന് വിടാൻ പറ്റൂല എന്ന് പറയും. അപ്പൊ അതിന് ഇടയ്ക്ക് ഏതെങ്കിലും ഒരേ ഒരു സീനേ ഉള്ളൂ, കൊച്ചു വന്ന് അവിടെ നിന്നിട്ട് ഇങ്ങനെ തിരിച്ചുകൊണ്ട് തരാം എന്നൊക്കെ എന്റെ അച്ഛനടുത്ത് പറയും. അപ്പൊ ഇങ്ങനെയൊക്കെ ഞാൻ അച്ഛൻ ഇങ്ങനെ പറയണ കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്നെന്ത് വിടാന്ന് എന്തിനാണെന്ന് അറിയത്തില്ലല്ലോ. പിന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇവര് അങ്ങനെ തൂക്കിക്കൊണ്ട് പോകുമ്പോൾ തിരിച്ചു വരുമ്പോൾ ഇവിടെ വഴക്കം കിട്ടണത്. ആരെങ്കിലും തൂക്കിക്കൊണ്ട് പോകും ഉടനെ. ഇതൊക്കെ അടുത്തായതുകൊണ്ട് എല്ലാം ഔട്ട്ഡോർ ആയിട്ട് വളരെ കുറച്ചാണ്. കാർത്തിക മാത്രമേ ഉള്ളൂ ഔട്ട്ഡോർ. പിന്നെ കാർത്തിക ഔട്ട്ഡോർ എവിടെയായിരുന്നു? കുട്ടനാടായിരുന്നു കാർത്തിക മൊത്തം എടുത്തത്. അതും ഒരു നല്ലൊരു ചേച്ചി, എൻ്റെ ചേച്ചി കൂടെ ഉണ്ടായിരുന്നു, അച്ഛനുണ്ടായിരുന്നു, ഉമ്മറങ്കിൾ ഉണ്ടായിരുന്നു, ശാരദ ചേച്ചി ഉണ്ടായിരുന്നു. ശാരദ ചേച്ചി എന്ന് പറയാം, ശാരദാമ്മ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അതിലിങ്ങനെ ഒരു വലിയൊരു ഷെഡാണ്, അവിടെയാണ് എല്ലാവരും കിടക്കുന്നത്. ഒരു പായും ഒരു പില്ലോയോ ഒന്നുമില്ല, അങ്ങനെയൊക്കെയാണ് എല്ലാവരും കിടന്നായിട്ട് ഞാൻ ഓർക്കുന്നത്. ഞാനും അങ്ങനെയാണ് കിടന്നത്. അപ്പൊ എല്ലാവരും ഒന്നിച്ചാൽ വിളിച്ചുണർത്തി എല്ലാവരും എണീറ്റ് പോയതിന് ശേഷമായിരിക്കും ഞാൻ തന്നെ എണീക്കുന്നത്, അത്രയും ലേറ്റ് ആയിട്ട്. പിന്നെ എല്ലാവരും ഒരുമിച്ചാണ്. അവർക്ക് സെപ്പറേറ്റ് റൂമൊന്നുമില്ല, അവിടെ അങ്ങനെ കൊടുക്കാൻ പറ്റില്ലായിരുന്നിട്ടുണ്ട്. പക്ഷെ നമ്മുടെ മുത്തശ്ശി സമയം വന്നപ്പോഴത്തേക്ക് മൈസൂരിലൊക്കെ ഷൂട്ടിംഗ് എടുത്തു. വേറെ അങ്ങനത്തെ ഹിൽ സ്റ്റേഷൻസിലൊക്കെ വേറെ എവിടെയൊക്കെയോ എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെയൊക്കെ ഞങ്ങൾക്ക് നല്ല താമസിക്കാനുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഏതോ ബാംഗ്ലൂരിലെന്തോ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു, അവിടെ നല്ല റൂംസ് ഒക്കെ ആയിരുന്നു. ബിക്കോസ് വൈ ഐ റിമെമ്പർ ദാറ്റ് ബിക്കോസ് ആ താമസിച്ച സ്ഥലത്ത് ഒരു പാർക്കിൽ സിമെന്റിൽ ഉണ്ടാക്കിയ സ്ലൈഡ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഞാൻ സ്കൂൾ നടത്തിയപ്പോഴത്തേക്ക് എനിക്ക് ആ ഓർമ്മയുണ്ട്. അപ്പൊ ഞാൻ പറയും നമുക്ക് സിമെന്റിൽ സ്ലൈഡ് കുട്ടികൾക്കുണ്ട്, ബിക്കോസ് ഐ ലവ്ഡ് ഇറ്റ്. അപ്പൊ അങ്ങനെയൊക്കെ ഒരു ഓർമ്മയില്ല. പക്ഷെ അന്നും ഞാൻ ആർക്കും പറഞ്ഞിട്ടില്ല ഞാൻ ഇങ്ങനെ അഭിനയിച്ചിട്ടുണ്ടെന്ന്. അപ്പൊ അങ്ങനെ ഒരു ഭംഗിയുള്ള സ്ലൈഡൊക്കെ, അപ്പൊ അങ്ങനെയൊക്കെ റൂംസ് ആയിരുന്നു. പക്ഷെ ഈ സ്ഥലത്ത് അങ്ങനെ കിട്ടാത്തോണ്ടായിരിക്കും. പക്ഷെ എല്ലാ സ്ഥലത്തും നമുക്ക് ഓരോ റൂം തരും. അച്ഛനും ഞാനും ഒക്കെ റൂമിലാണ്. ചേച്ചി ആ സിനിമയിലുണ്ടെങ്കിൽ ചേച്ചി അതിൽ കാണും. പിന്നെ അതൊക്കെ വളരെ ചുരുങ്ങിയ പടങ്ങളാണ്. മിടുമിടുക്കി വെളിയിൽ എടുത്തിട്ടുണ്ട്. ക്രോസ് ബെൽറ്റും ഔട്ട്ഡോർ ആണ്. ഇതൊരു ബീച്ച് ആണ്, ആലപ്പുഴയാണെന്നാണ് തോന്നുന്നത്. ആലപ്പുഴയിലല്ലേ ഇതൊക്കെയുള്ള ഇങ്ങനെ സമരമൊക്കെ നടക്കുന്ന ഒരു സ്ഥലം. അന്നത്തെ പടത്തിൽ അതൊക്കെ ആയിരുന്നു. തൊഴിലാളികൾക്കും സിന്ദാബാദ് എന്ന് പറഞ്ഞ് പാടിക്കൊണ്ട് പോണത് കവിപ്പുണ്ണമ്മയുടെ കൂടെ. അവരും വളരെ സ്നേഹമാണ്. അത് മദർ, അവര് ചൂടായതുകൊണ്ട് അവരെ കാലിൽ എന്നെ പിടിച്ച് നിർത്തും. എന്റെ കാല് പൊള്ളൂ എന്ന് പറഞ്ഞിട്ട് റോഡില് എന്നുവെച്ചാൽ ഇത് തീരൂല, ഇതിങ്ങനെ പോണം. അപ്പോൾ ട്രാഫിക് ബ്ലോക്ക് ആകും. കുറേ വണ്ടിയെ പിടിച്ച് നിർത്തിയിട്ടാണ് ഈ സമരക്കൊടി കുറേ പേരിങ്ങനെ പോകുന്നത്. ഞാനും ഒരു കൊടി വെച്ച് കൂടെ നടക്കും. അങ്ങനെയൊക്കെ എന്തൊക്കെയോ സീൻസ് അങ്ങനെയുണ്ട്. അപ്പൊ അതുകൊണ്ട് അതും നല്ല ഒരു ഓർമ്മയുള്ള. പണ്ട് ഈ കാരവൻ അങ്ങനെയൊന്നും ഇല്ലായിരുന്നല്ലോ. അങ്ങനെയൊന്നുമില്ല. പിന്നെ എവിടെയെങ്കിലും ഇപ്പോൾ കുറച്ച് ദൂരെ യാത്ര ചെയ്താണ് പോകണമെങ്കിൽ അവിടെ നിൽക്കുകയോ അവിടെ നിർത്തി എല്ലാവർക്കും ഓരോ പൊട്ടലം എന്നാണ് പറയണത്, ഓരോ പാക്ക് തരും. അത് നമുക്ക് കഴിക്കുക. ഒന്നല്ല പൂരി മസാല, അത് എപ്പോഴും പൂരി മസാല ആയിരിക്കും മിക്ക സമയം. ഓക്കെ, അതുകൊണ്ട് എനിക്ക് പൂരിയേ ഇഷ്ടമല്ലായിരുന്നു കുറേ കാലം. എപ്പോഴും പൂരി മസാല ആയിരിക്കും. പിന്നെ ഇഡ്ഡലി സാമ്പാർ, പക്ഷെ അത് വെറുത്തിട്ടില്ല കേട്ടോ, അത് ഇപ്പോഴും ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെയാണ് എപ്പോഴും എല്ലാവർക്കും ഒരേ ഫുഡാണ്. പിന്നെ ഞാൻ മിടുമിടുക്കിയിൽ ഓർക്കുന്നത് അംബിക അമ്മയ്ക്ക് വെളിയിൽ നിന്ന് ഫുഡ് വരും. സ്റ്റുഡിയോയിലാകുമ്പോഴത്തേക്ക് നസീർ അങ്കിളിനും വെളിയിൽ നിന്ന് വരും. ഇവരൊക്കെ നമുക്ക് തരും, അവർക്ക് വരുന്നതെല്ലാം തരും. അപ്പം അതെല്ലാം ബോയിൽഡ് വെജിറ്റബിൾസും റോ വെജിറ്റബിൾസൊക്കെയാണ്. ഇപ്പം ഈ സാലഡൊക്കെ ഇന്നല്ല അന്നേ ഞാൻ കണ്ടിട്ടുണ്ടെന്നുള്ളതാണ്. സാലഡൊക്കെ മുറിക്കുമ്പോൾ ഇതൊക്കെ ഇപ്പോഴാണ്, അത് അന്നേ ഉണ്ട്. എൻ്റെ കൊച്ചിലെ സാലഡും ബോയിൽഡ് വെജിറ്റബിൾസും ഇവരെ കൊണ്ടുവരുന്നത് കഴിക്കുന്നത്. പക്ഷെ നസീർ അങ്കിളിന്റെ ഫുഡാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. മീൻ പൊരിച്ചൊക്കെ കാണാം, അതൊക്കെ എനിക്ക് തരുമായിരുന്നു. മീൻ പൊരിച്ചത് വീട്ടിൽ നിന്ന് കൊണ്ട്, അത് പുള്ളിക്കാരത്തി നല്ല കുക്ക് ചെയ്യും വൈഫ്, നസീർ അങ്കിളിന്റെ വൈഫ്. നമ്മളെല്ലാം ഫാമിലി ഫ്രണ്ട്സ് പോലെയാണ്. ഒരു ബോണ്ട് ഉണ്ട് അന്ന്. അങ്ങനെയാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകും വരും, അങ്ങനെ ഒക്കെയാണ്. ഫുഡും ഒക്കെ കൊണ്ടുവരും. ചിക്കനും കാണും, ഫിഷ് മാത്രമല്ല. നസീർ അങ്കിളിന്റെ ഫുഡിൽ എല്ലാം കാണും, ഐറ്റംസ് എല്ലാം കാണും. ഫിഷ് ഉണ്ട്, ഇതുണ്ട്. പക്ഷെ എനിക്ക് മീൻ പൊരിച്ചത് തരും. ഐ ഫോൾ ഇൻ ലവ് വിത്ത് ദ ഫിഷ് ആൻഡ് ഹി യൂസ് ടു ഗിവ് മീ ഓൾവേസ്. എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ച്. അത് അന്നൊക്കെ ശരിക്കും മരങ്ങളുണ്ട്. ആ മരങ്ങളുടെ താഴെയായിരിക്കും ഒരു ബെഞ്ച് ഇടണത്. ആ ബെഞ്ചിലായിരിക്കണത്. ടേബിൾ ഉണ്ടാവുന്നല്ല, സാധാ ബെഞ്ചാണ്.
എടുത്ത് വെച്ച് കഴിക്കാൻ കൂടെ ഒരു മേളിൽ കാണത്തില്ല. എന്നാൽ ഇരിക്കണ സ്ഥലത്തായിരിക്കും ഇങ്ങനെ ഇരുന്നിട്ട് സെർവ് ചെയ്ത് കഴിക്കുന്നത്. അങ്ങനെയൊക്കെ കഴിച്ചിട്ടുണ്ട്. ഇപ്പോഴും എനിക്ക് അംബികാമ്മയും എൻ്റെ അമ്മയും ഞാനും കൂടെ കൊച്ചിലെ എടുത്ത ഫോട്ടോ ഇപ്പോഴും ഞാൻ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. ബിക്കോസ് ദാറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ തിങ്. അത് വന്നിട്ട് കൊട്ടാരക്കര അങ്കിളാണ് എൻ്റെ അച്ഛൻ ആ പടത്തില്. ഈ പണ്ടത്തെ പടത്തിൽ എല്ലാരും ഉണ്ട് കേട്ടോ, 2-3 കാസ്റ്റ് ഒന്നുമില്ല. പരനാഴിക നേരെ എടുത്ത ആരില്ല, എല്ലാവരും ഉണ്ട്. അതുപോലെ ഈ മുത്തശ്ശി എടുത്താലും അതിലില്ലാത്ത ആൾക്കാരൊക്കെ ഇതിലുണ്ടാവും. പിന്നെ വളരെ കാസ്റ്റ് കുറഞ്ഞൊരു പടം എന്ന് വെച്ചാൽ ഈ ഇതായിരുന്നു ക്രോസ് ബെൽറ്റ്. അത് ലിമിറ്റഡ് ആയിട്ട് ഉള്ള ഒരു ഇതാണ്. എൻ്റെ സീൻ മാത്രമേ ഉള്ളൂ കുറച്ച് ലാഗും ഒക്കെ വരുന്നത്. ബാക്കി വന്നിട്ട് ചെറിയ ഒരു ഇതാണ്. അതിൽ മാത്രമേ ഉള്ളൂ ഈ ഒരുപാട് ക്യാരക്ടേഴ്സ് ഇല്ലാതെ പോയ പടം. അരനാഴിക നേരത്തിൽ ഒരുപാട് അവാർഡ്സ് അല്ലേ? ഒരുപാട് അവാർഡ് കിട്ടി. അരനാഴിക നേരത്തിന് കൊട്ടാരക്കര മാസ്റ്റർ കിട്ടി, അവാർഡ് കിട്ടി, എല്ലാവർക്കും കിട്ടി. എനിക്ക് എപ്പോഴും അവാർഡായിരുന്നു. എല്ലാ പടവും എല്ലാ പാട്ടും എല്ലാം നല്ല പാട്ടുള്ള പടങ്ങളാണ്. ചെന്നൈയിൽ എൻ്റെ വീട്ടിലൊക്കെ അതൊക്കെ വെച്ച് നിറച്ചിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ചേച്ചിയുടെ മോൻ്റെ കല്യാണം എല്ലാം തൂക്കി മേളിലോട്ടിട്ട് ഇനി എന്തിനാണ് ആരെ കാണിക്കാൻ ചേച്ചി ഇതൊക്കെ വെക്കണതെന്ന് ഞാൻ എൻ്റെ ചേച്ചിയുടെ അടുത്ത് പറയുമായിരുന്നു. ശരിക്കും തോന്നുന്നു അന്നത്തെ കാലത്ത് ഈ അവാർഡിന് പോരാൻ വല്ല സാരിയോ അങ്ങനെ എന്തെങ്കിലും തന്നിരുന്നെങ്കിൽ. ഇപ്പോഴും എനിക്ക് ഒരുപാട് ഗിഫ്റ്റ് കിട്ടും. എനിക്ക് ഇപ്പോൾ ഒരു മോണ്ടസറി ടീച്ചറാണ് ഞാൻ ഐസ് ടീച്ച് വിമൻ. അപ്പോൾ എനിക്ക് ഒരുപാട് വിമൻ ഈ വരണുണ്ട്, വിദേശത്തും ഇവിടെ നിന്നുമുള്ള. അപ്പോൾ എല്ലാ സ്ഥലത്തുനിന്ന് എല്ലാമാതിരി സാധനങ്ങളും എനിക്ക് കിട്ടും കേട്ടോ. സാരി ആയിരുന്നാലും ഒരു സ്പ്രേ ആയിരുന്നാലും അവർ വെളിയിൽ നിന്ന് വരുമ്പോൾ എനിക്ക് അത് കൊണ്ടുവന്ന് തരും, മാം ഇരിക്കട്ടെ എന്ന്. അങ്ങനെ ഓരോന്നും അങ്ങനെയാണ്. അപ്പോൾ പക്ഷെ ഈ അവാർഡ് കിട്ടുന്നത് അതൊരു പ്രിവിലേജ് ആണ്, അഭിനയിച്ചതിനും നുള്ളു കൊണ്ടതിനും എടുത്തതിനും ഒക്കെ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ കന്നഡ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന്. ആ കന്നഡ പടം ഒരു ദൈവത്തിന്റെ പടമായിരുന്നു. വിട്ടല്ല കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാരക്ടർ, കൃഷ്ണന്റെ ഒരു അവതാരം ഉണ്ടായിരുന്നു. അതിലിങ്ങനെ ഇഴഞ്ഞ് കുഞ്ഞു, എൻ്റെ ഒരു ചെറുപ്പം ഒരു കൊച്ചുണ്ട്. ആ കൊച്ച് ഇഴഞ്ഞു പോയി ആ ചെളിയിൽ വിടും. പുള്ളി ഈ മൺപാന ഉണ്ടാക്കുന്ന ഇതാണ്. അപ്പോൾ പുള്ളി വിട്ടലനെ കൃഷ്ണ എന്ന് പ്രാർത്ഥിച്ച് ഈ കൊച്ചിനെയും കൂടെ ചവിട്ടി അതിലോട്ട് അങ്ങനെ ആക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ എനിക്കൊന്നും പറ്റില്ല, ഞാൻ കുറച്ചും കൂടെ ബിഗർ ആയതുകൊണ്ട്. അങ്ങനെ ആ പടത്തിൽ കുറേ ഇതുണ്ടായിരുന്നു. തമിഴ് പടത്തിൽ ഇതുപോലെ വേറെയൊക്കെ ഒരുപാട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ മെയിൻലി ആസ് എ മലയാളി നമ്മളെ തന്നെ മലയാള പടത്തിൽ തന്നെ എടുക്കുന്നത് എനിക്ക് തോന്നി ബിക്കോസ് ഐ എം എ മലയാളി, അതുകൊണ്ടായിരിക്കും. കൃഷ്ണനാർ അങ്കിളായിരുന്നാലും ശശികുമാർ അങ്കിളായിരുന്നാലും ജോസ് പ്രകാശ് അങ്കിളായിരുന്നാലും, ജോസ് പ്രകാശ് അങ്കിളാണ് അരനാഴിക നരയോ പുള്ളി എൻ്റെ കൂടെ നിൽക്കും. എല്ലാവരും എല്ലാ ഡയറക്ടേഴ്സും. അന്ന് എനിക്ക് തോന്നുന്നു കൊട്ടാരക്കര ശ്രീധരമാഷൊക്കെ വളരെ ചെറുപ്പമായിരുന്നു. പക്ഷെ 92 ഇയേഴ്സിലെ ഓൾഡ് ക്യാരക്ടർ മേക്കപ്പ്, ആ ചിപ്പി മുത്തുച്ചിപ്പി ഇതുപോലെ നമ്മള് നേരത്തെ ഞാൻ ചിത്രമേളയിൽ പറഞ്ഞതുപോലെ കോട്ടയം ചെലപ്പൻ അങ്കിളിന്റെ മുഖം അടുത്ത് തൂക്കിയിടുമ്പോൾ ആ നാറ്റം വരും പോലെയാണ് നമ്മളെ കൊട്ടാരക്കര അങ്കിളുടെ അടുത്തും ആ സ്മെല്ല് വരും. കാര്യം വെച്ചാൽ ആ കുറേ ഗ്ലൂ വെച്ച് മേക്കപ്പ് ചെയ്യും മൊത്തവും. പുള്ളി നല്ല സ്മാർട്ടാണ്. പക്ഷെ പുള്ളി അങ്ങനെ ആക്കിയെടുക്കുന്നത്, എത്രയോ നേരം മേക്കപ്പ് ചെയ്ത് അങ്ങനെ ആക്കിയെടുക്കണം. അതുകൊണ്ടാണ് എന്നെ തൂക്കിക്കൊണ്ട് ഓരോ സ്ഥലത്ത് നിന്നത്. പിന്നെ ഇവരെ കിട്ടത്തില്ല എന്നും പറഞ്ഞിട്ട്. പക്ഷെ മറ്റുള്ളവരും അത് മനസ്സിലാക്കില്ല. അവർക്കും അതുപോലെയാണ്, ഓരോരുത്തരും ഓരോ കോൾ ഷീറ്റ് വെച്ച്. അതില് മകനായിട്ട് സത്യൻ സാർ അഭിനയിക്കുന്നത് പുള്ളിയുടെ കാട്ടും മൂത്തതാണോ തോന്നുന്നു സമയത്ത്? അങ്ങനെ ഞാൻ കൊച്ചല്ലേ, സത്യമാസ്റ്റർ മകളായിട്ടാണ് ഒരുപാട് ഉടുപ്പുകളൊക്കെ ഇട്ട് പാട്ടും ഒക്കെ. അതിലാണ് ഈ ചിപ്പി പുള്ളി അടിച്ചെന്ന് ഉമ്മ വെക്കുന്നതും ഒക്കെ കുറേ സീൻസ് അങ്ങനെയൊക്കെ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കര സീൻസ് ആണ് കേട്ടോ. പക്ഷെ അതൊക്കെ നല്ല ഇമോഷണൽ ആയിട്ട് വരുന്ന കുറേ ഇതുണ്ടായിരുന്നു. ബട്ട് ചെയ്തതിൽ വെച്ചിട്ടുള്ള പാട്ട് പാടിയതിൽ ഏത് പാട്ടാ ഇഷ്ടപ്പെട്ടിട്ടുള്ള സിനിമ? ഇഷ്ടപ്പെട്ടിട്ടുള്ള അതിൽ കുറെ പാട്ടുണ്ട്. അതിൽ ഒന്ന് നമുക്ക് പറയാന്നുള്ളത് ചിപ്പി മുത്തുച്ചിപ്പി, ചിപ്പിക്ക് മുക്കുവൻ വല വീശി. പിന്നെ ഒന്ന് പറയാനുള്ള നന്മ നിറഞ്ഞ മറിയമ്മേ, നമ്മുടെ ബോബന് മോളിയായിട്ട് എല്ലാ അക്രമവും കാണിച്ചിട്ട് വന്നിരുന്നത് കുരിശ് വരച്ച് പാടണതാണ്. അതിൽ കുറേ സീൻസ് എനിക്ക് ഓർമ്മ ഉള്ളതെന്ന് വെച്ചാൽ അതൊക്കെ എൻ്റെ അവസാനത്തെ പിക്ചേഴ്സ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ എന്താ പറയുക, പഴം വിൽക്കാൻ തരും, ഹൗ യു സെൽ ആൻഡ് ഹൗ യു ഗെറ്റ് മണി എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇത്. അന്ന് ഈ ശിവാജി ഗണേശൻ സാറിൻ്റെ ഒരു വലിയ തോട്ടമുണ്ട്. അപ്പോൾ എല്ലാം ഇങ്ങനത്തെ സീനറി കാണിച്ചുള്ളതെല്ലാം അവിടെ ചെന്ന് എടുക്കുന്നത് വലിയ തോട്ടമാണ്.
അപ്പോൾ അവിടെയാണ് ഈ ഷൂട്ടിങ്ങൊക്കെ എടുക്കുന്നത്. അപ്പോൾ അവിടെ ഇരുന്നിട്ട് ബോബൻ 10 പൈസ എനിക്ക് തന്ന ഒരു പഴം എടുക്കും, ഞാൻ 10 പൈസ കൊടുത്തിട്ട് ബോബൻ്റെ കയ്യിൽ നിന്ന് പഴം എടുക്കും. ഒരു കൊല പഴമാണ്, ഞങ്ങൾ പരസ്പരം കഴിച്ച് മൊത്തം തീർക്കണം. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും വിചാരിച്ചിട്ട് കഴിച്ച് തീർക്കില്ല. പിന്നെ അവിടെ ഉണ്ടായിരുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ വേഗം പഴം കഴിച്ച് തീർത്ത് ആ സീൻ തീർക്കാൻ വേണ്ടി. മനസ്സിലായി, ഞങ്ങളിങ്ങനെ കൊടുക്കണത് മാത്രം കാണിച്ചിട്ട് പിന്നെ അങ്ങനെയൊക്കെ. അതൊക്കെ നല്ല ഒരു സിനിമകളും നല്ല പാട്ട്. പിന്നെ അതിൽ ഈ പാട്ട് വേറെയും പാട്ടുണ്ട്. ഈ ബോബനും മോളിയിൽ 3 പാട്ട് അടുപ്പിച്ച് എന്തോ എനിക്കുണ്ട് അതിൽ. ഒന്ന് ഈ നന്മ നിറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. പിന്നെ ബോബനും മോളി എന്ന് പറഞ്ഞപ്പോ എനിക്ക് അതിന്റെ പോസ്റ്റർ അയച്ചപ്പോ എന്ത് രസമാണ് കാണാൻ വേണ്ടിട്ട്. ആ ഒരു പണ്ടത്തെ അതെ curly hair and still I have that curly hair and അത് ഈ ഡ്രസ്സൊക്കെ ഇങ്ങനെ അതിന്റെ ഒരു സംഭവം ഇട്ട് ഇങ്ങനെ സ്റ്റിഫാക്കി വെക്കും. ബിക്കോസ് ദാറ്റ് മോളി വിൽ ബി ലൈക്ക് ദിസ്, ലൈക്ക് ഇങ്ങനെ അതൊരു അവരുടെ ഒരു കാർട്ടൂൺ ക്യാരക്ടർ. പിന്നെ ഒരു കുട്ടി പട്ടി ഉണ്ടായിരുന്നു, ഒരു പീക്കറി പട്ടി. ദാറ്റ് വാസ് ഓൾസോ ഐ റിമെമ്പർ ഓൾ ദാറ്റ്. ഇത് ഇടയ്ക്കിടയ്ക്ക് പട്ടി ഓടിപ്പോവും. സോ എന്റെ ഇൻചാർജ് സ്റ്റോറിയും ഇത് തമ്മിൽ ഉണ്ടായിരുന്നു. ബോബനും മോളി എന്നുള്ള ഒരു കോമിക് ആയിട്ടുള്ളൊരു കാർട്ടൂൺ സ്റ്റോറി നമ്മൾ കണക്ഷൻ ഉണ്ടായിരുന്നു. അത് എനിക്ക് അറിയത്തില്ല. ബിക്കോസ് ഈ ബോബനും മോളിയുടെ നോവൽ ഞാൻ വായിച്ചിട്ടേ ഇല്ല, ഞാൻ അഭിനയിച്ചിട്ടേ ഉള്ളൂ. സോ അതുകൊണ്ട് എനിക്ക് അറിയത്തില്ല. ബിക്കോസ് ബോബനും മോളിയിലെ ക്യാരക്ടേഴ്സ് ഇപ്പം എൻ്റെ സണ്ണിലോ ഇതൊക്കെ വായിച്ച് എപ്പോഴും ഇരുന്ന് വായിക്കുന്ന കാണാം. പക്ഷെ അതിലാരും ഈ വലിയ ആൾക്കാരുടെ പിക്ചേഴ്സ് ഒന്നും കണ്ടില്ല. അതിൽ വിജയശ്രീ ചേച്ചിയായിരുന്നു, മധു അങ്കിളാണെന്ന് തോന്നുന്നു, ഇഫ് ഐ എം കറക്റ്റ്. വി ഹാവ് എ സോങ്, വിജയശ്രീ ചേച്ചി നമ്മളൊരു പാട്ടൊക്കെ ഉണ്ട് അതിൽ. സ്കൂൾ ട്രിപ്പിന് ഷീസ് ആ ടീച്ചർ എന്ന എന്തോ ആണ് അവർ. അങ്ങനെ. പക്ഷെ അങ്ങനെയൊന്നും പടത്തിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തതായിരിക്കും. പുള്ളി ഒരു രവി എന്തോ ആണ് പുള്ളിയുടെ പ്രൊഡ്യൂസർ. ഇടയ്ക്ക് അങ്ങേരുടെ മകൻ്റെ മകനെയോ ഞാൻ കണ്ടായിരുന്നു തിരുവനന്തപുരത്ത് വെച്ച്. അപ്പോൾ ഒരു ബാങ്കിൽ വെച്ച് കണ്ടതാ. പക്ഷെ അവർ ഐഡന്റിഫൈ ചെയ്തു. ഇസ് ദറ്റ് യു എന്ന് ചോദിച്ചു. രജനിന്ന് ഇങ്ങനെ വിളിച്ചപ്പോഴപ്പോൾ ഞാൻ അപ്പോൾ അച്ഛനൊക്കെ മരിച്ചു, ഇങ്ങനെയാണെന്ന്. ലോങ് ബാക്ക്, അവർ ബോംബെയിലാണെന്നൊക്കെ പറഞ്ഞു. ഈ സിനിമയില്ലേ കഴിഞ്ഞിട്ട് തിയേറ്ററിൽ പോയിട്ട് കാണുമ്പോൾ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? തിയേറ്ററിലൊന്നും കണ്ടിട്ട് ഒരുപാട് കണ്ടിട്ടില്ല. ഈ അഭിനയിച്ച പടങ്ങളൊന്നും അന്ന് തിയേറ്ററിൽ കണ്ടിട്ടില്ല. പിന്നെയാണ് കണ്ടിട്ടുള്ളത്. പിന്നെ കണ്ടിട്ടുണ്ട്. പിന്നെ കാണുമ്പോ അത്രയും വലിയ സ്ക്രീനിൽ നമ്മളെ കാണുമ്പോൾ അല്ല, മുൻപ് ഞാൻ വിചാരിച്ചിരുന്നു ഞാൻ ഇതൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞാൻ അതിന്റെ പിറകെ പോയി അഭിനയിക്കുമെന്ന്. എൻ്റെ മനസ്സിൽ അങ്ങനെയായിരുന്നു. ഇതൊക്കെ ആൾക്കാർ ഇങ്ങനെ അഭിനയിക്കുമ്പോൾ നമ്മൾ ഇതുപോലെ ഇപ്പൊ ഞാൻ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. ആൾക്കാരൊക്കെ ഇരിക്കുന്നത് നമ്മൾ പോയി അവിടെ അഭിനയിക്കണു എന്നുള്ളതാണ്. അന്നൊക്കെ അങ്ങനെയാണ് ചിന്ത വരുന്നത്. ഇങ്ങനെ ഷൂട്ടിംഗ് ആണ് ഇതാണെന്നൊക്കെ പിന്നെയാണ് അത് മനസ്സിലായത്. നമ്മൾ വിചാരം ഈ ഷൂട്ടിങ്ങിന് സിനിമ എടുക്കുന്നത് അതിൻ്റെ ബാക്കിൽ പോയി നിന്ന് നമ്മൾ ഇതുപോലെ അഭിനയിക്കുമ്പോൾ ബാക്കിയുള്ളവർ കാണുകയാണ്. പിന്നെയാണ് അത് റിയലൈസ് ചെയ്തത് ഇറ്റ് വാസ് നോട്ട് ദാറ്റ്, ഇതിങ്ങനെയാണ് എന്നുള്ള ഒരു സംഭവം മനസ്സിലായത്.